ചുരിദാർ ടോപ്പിൽ അറ്റാച്ച് ചെയ്യാനായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവും ലൈനിങ്ങുമാണ്. സ്ലീവ് ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ലൈനിങ് സ്ലീവിൻ്റെ അടിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യണം. ഈ സ്ലീവിൻ്റെ ലെങ്ത് 14 ഇഞ്ചാണ്, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അതിൽ ഈ 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡറിലും ബാക്കിയുള്ള 1/2 ഇഞ്ച് താഴെ മടക്കി അടിക്കാനുമാണ്. സ്ലീവിൻ്റെ അടിയിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ഫ്രണ്ട് ആം ഹോൾ കർവ് ഒരേ സൈഡിൽ വരണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടിലും എഫ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ എഫ് രണ്ടും ഒരേ സൈഡിലാണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ആദ്യം നമുക്ക് ഈ സ്ലീവിൻ്റെയും ലൈനിങ്ങിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്ത് രണ്ട് സെൻറ്ററും കൂടി ഒന്ന് ഒരുമിച്ച് വെക്കുക. നല്ല വശങ്ങൾ ചേർത്ത് വേണം വെക്കാനായിട്ട്. ഈ സെൻറ്ററുകൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ഈ കൈക്കുഴിയൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വരണം. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ഒരു പിൻ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ സെൻറ്റർ മാറിപ്പോകാതെ അവിടെ ഇരിക്കും. അതിനുശേഷം ഈ താഴെ മടക്കി കൊടുക്കുന്ന ഭാഗം, അവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് മാർജിൻ അല്ലേ, ആ 1/2 ഇഞ്ച് മാർജിൻ കണക്കാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ 1/2 ഇഞ്ച് മാർജിൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുവഴി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടല്ലോ, ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പിന്നൊക്കെ നമുക്ക് ഊരിയെടുക്കാം. ഇനി ഈ ലൈനിങ് തയ്ച്ചത് നമുക്ക് നല്ല വശത്തേക്കൊന്ന് മറിച്ചിടാം. ഇനി നമുക്കിതൊന്ന് പതിച്ചടിക്കണം. അപ്പോൾ ആ തയ്യൽ തുമ്പൊന്ന് നേരെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് കൊടുക്കുന്നത് ലൈനിങ് തുണിയിലായിരിക്കണം, നല്ല തുണിയിലാവരുത്. താഴെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നല്ല തുണിയിലായിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. മുകളിൽ നമ്മൾ സെൻറ്റർ ചേർത്ത് വെച്ചിട്ടില്ലായിരുന്നു, അവിടെയും കൂടി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അധികം വരുന്ന തുണിയുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം.